നമസ്കാരം. ചരിത്രത്തിലെ പൊളിച്ചെഴുത്തുകളിലേക്ക് വീണ്ടും സ്വാഗതം. പശ്ചിമഘട്ടം ഏറെ വിവാദമായിരിക്കുന്ന ഒരു കാലമാണിത്. UNOയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ, പ്രത്യേകിച്ച് സഹ്യ പർവ്വതത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമെന്ന് പറയുന്നത് ആനമുടിയാണ്. രണ്ടാമത് ഏറ്റവും ഉയർന്ന സ്ഥലം അഗസ്ത്യർകൂടമാണ്. 1868 മീറ്ററാണ് അതിൻ്റെ ഉയരം. അഗസ്ത്യർകൂടമെന്നാണ് ഇന്ന് പറയുന്നത് എങ്കിലും ഇതിൻ്റെ പ്രാചീന രേഖകളിൽ പൊതിയിൽ മല എന്നൊരു പ്രയോഗമുണ്ട്. ഇന്നും അഗസ്ത്യർകൂടത്തിൻ്റെ ചുറ്റും താമസിക്കുന്ന ആദിവാസി സമൂഹമായ കാണിക്കാർ ഇന്നും അഗസ്ത്യർകൂടത്തിന് പറയുന്ന പേര് പൊതിയിൽ മല എന്നും പൊതിയൻ മല എന്നും പൊതാളകം മല എന്നുമൊക്കെയാണ്. പൊതിയിൽ മലയ്ക്കുടയോൻ എന്ന് പറയുന്ന അത് പാണ്ഡ്യരാജാക്കന്മാരെയാണ്. തെന്നവൻ എന്നും പൊതിയിൽ മലയ്ക്കുടയോൻ എന്നും പറയുന്നത് പാണ്ഡ്യരാജാക്കന്മാരെയാണ്, കേരള രാജാക്കന്മാരെയല്ല. ഇതിനെ സംബന്ധിച്ച് അഗസ്ത്യർകൂടമെന്ന് ഇന്ന് പറയുന്ന ഈ പൊതാളകം മലയ്ക്ക് സംബന്ധിച്ച് 2-ാം നൂറ്റാണ്ടിൽ ടോളമി എഴുതിയ ഭൂമിശാസ്ത്രത്തിൽ പറയുന്നത് ബത്തിഗോ എന്നാണ്. ബത്തിഗോ എന്ന് പറഞ്ഞാൽ പൊതികൈ എന്ന നമ്മുടെ ദ്രാവിഡ പദത്തിൻ്റെ ഗ്രീക്ക് ഉച്ചാരണ രൂപമാണ് ബത്തിഗോ എന്ന് അദ്ദേഹത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. AD 2-ാം നൂറ്റാണ്ട്. ഇതെങ്ങനെയാണ് ഇത് അഗസ്ത്യമല എന്ന് പറയും? ഈ അഗസ്ത്യമല എന്നുള്ള, അല്ലെങ്കിൽ അഗസ്ത്യർകൂടമെന്നോ അഗസ്ത്യമലയോ എന്നുള്ള പേര് ഈ സംഘകാല കൃതികൾ, അതായത് BC 200 മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കൃതികളിലും അഗസ്ത്യമല എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് 2-ാം നൂറ്റാണ്ടിൽ ടോളമി രചിച്ച ഭൂമിശാസ്ത്രത്തിലും പറയുന്നത് ബത്തിഗോ അഥവാ പൊതികൈ എന്നുള്ള അർത്ഥത്തിൽ ബത്തിഗോ എന്നാണ്. അവിടെയും അഗസ്ത്യ. പിന്നെ എപ്പോഴാണ് ഈ അഗസ്ത്യർ നമ്മുടെ പൊതികൈ മലയ്ക്ക് അഥവാ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഈ കൊടുമുടിക്ക് എപ്പോഴാണ് അഗസ്ത്യർ എന്ന് പേര് വന്നത്, അല്ലെങ്കിൽ അഗസ്ത്യമല എന്ന് പേര് വന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടത്. ആദ്യം ആരാണ് എന്ന് നോക്കാം. അഗസ്ത്യരെ നമ്മൾ ആദ്യം കാണുന്നത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിലെ 1-2 മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പല മന്ത്രങ്ങളെക്കുറിച്ചുമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന അഗസ്ത്യരെ വിന്ധ്യപർവ്വത സാനുവിൽ തപസ് ചെയ്യുന്ന അഗസ്ത്യരെയാണ്. ഈ അഗസ്ത്യരെ രാമൻ അദ്ദേഹത്തിൻ്റെ വനവാസകാലത്ത് സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആദിത്യഹൃദയം എന്ന മന്ത്രം ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ അടുത്ത അഗസ്ത്യരെ നമ്മൾ കാണുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ശിവനുമായിട്ടുള്ള വിവാഹത്തിൻ്റെ ഉള്ള സന്യാസിമാരും മഹർഷിമാരും ദേവന്മാരും ഒക്കെ കൈലാസത്ത് ഒന്നിച്ചപ്പോൾ, ശിവൻ്റെ വിവാഹത്തിന് ഒന്നിച്ചപ്പോൾ ഭൂമി കിഴക്കോട്ട് ചരിഞ്ഞുപോയെന്നും അതിനെ നേരെ നിർത്തുന്നതിന് വേണ്ടി അഗസ്ത്യർ എന്ന കുറുമുനിയെ പറഞ്ഞ് തെക്കോട്ട് അയച്ചുവെന്നും അങ്ങനെ അദ്ദേഹം ഈ മലയിൽ കയറി നിന്നത് ഭൂമിയെ അതിൻ്റെ ഈക്വിലിബ്രിയം പാലിച്ചു എന്നുമാണ്. അങ്ങനെയാണ് അതിന് അഗസ്ത്യമല വന്നു എന്നൊരു വിശ്വാസമുണ്ട്. നമുക്ക് വിശ്വാസത്തിൻ്റെ വഴിക്ക് വിടാം. അതിൻ്റെ ചരിത്രാംശം നമ്മൾ പരിശോധിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഋഗ്വേദത്തിൽ തുടങ്ങി വിന്ധ്യനിലൂടെ നമ്മുടെ പശ്ചിമഘട്ടത്തിലെത്തിയ അഗസ്ത്യമുനിയെ പിന്നെ നമ്മൾ കാണുന്നത് മലേഷ്യയിലാണ്. കംബോഡിയയിൽ നമ്മൾ അഗസ്ത്യരെ നമ്മൾ കാണുന്നുണ്ട്. സയാമിൽ മറ്റൊരു അഗസ്ത്യരെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു അഗസ്ത്യർ ഇത്രയും സ്ഥലങ്ങളിൽ കാടും മേടുമൊക്കെ കടന്ന് വഴിയില്ലാതിരുന്നൊരു കാലത്ത്, പ്രതികൂല കാലാവസ്ഥ ഇതൊക്കെ കഴിയുന്ന ഒരു മഹർഷി ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെയൊക്കെ ആശ്രമങ്ങൾ സ്ഥാപിച്ച് ജീവിച്ചു എന്ന് വിചാരിക്കുന്നത് മൗഢ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ചില ഭക്തർ വേറെ ചിലത് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അഗസ്ത്യർ എന്ന് പറയുന്നത് ഒരാളല്ല, അതൊരു പരമ്പരയുടെ പേരാണ്. അങ്ങനെയെങ്കിൽ പിൽക്കാലത്ത് ഏതെങ്കിലും പരമ്പരകളിൽ ആർക്കെങ്കിലും ഈ ഒരു പേരുണ്ടാവണം. അങ്ങനെ ഒരു പേരും നമുക്ക് ഒരൊറ്റ സ്ഥലത്തും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഏതൊരു പുരാണം പരിശോധിച്ചാലും ഒരൊറ്റ അഗസ്ത്യരെ നമ്മൾ കാണാൻ പറ്റുന്നുള്ളൂ. ആ അഗസ്ത്യർ പൊക്കം കുറഞ്ഞ കുറുമുനിയായ അഗസ്ത്യരെ മാത്രമേ എങ്ങും നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതൊരു പരമ്പരയാണ്, അതല്ലെങ്കിൽ ഒരു ജാതിയാണ്, അല്ലെങ്കിൽ ഒരു പൈതൃകമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതിന് തക്ക തെളിവുകളും നമുക്ക് ലഭ്യമല്ല. പിന്നെ അഗസ്ത്യരെക്കുറിച്ച് നമുക്ക് ആദ്യം കിട്ടുന്ന
ഒരു പരാമർശം 10-ാം നൂറ്റാണ്ടിൽ ബുദ്ധമിത്രൻ എഴുതിയ വീരചോഴിയം എന്ന വ്യാകരണ കൃതിയിലാണ്. ഈ വീരചോഴിയം ആ 10-ാം നൂറ്റാണ്ട് മലയാളത്തിൻ്റെ കൂടെ വ്യാകരണ ഗ്രന്ഥമായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ബുദ്ധമിത്രനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് അദ്ദേഹമാണ് ആദ്യമായി ബുദ്ധവിശ്വാസിയായ ഈ ബുദ്ധമിത്രൻ ആദ്യമായി അഗസ്ത്യരുടെ പേര് പറയുന്നു. അതിങ്ങനെയാണ്: അഗസ്ത്യമലയിൽ ധ്യാനത്തിലിരിക്കുന്ന അവലോകിതേശ്വരൻ എന്നാണ്. അഗസ്ത്യമലയിൽ ധ്യാനത്തിലിരിക്കുന്ന അവലോകിതേശ്വരൻ. അപ്പോൾ അഗസ്ത്യമലയിലാണ് അവലോകിതേശ്വരൻ ധ്യാനത്തിലിരിക്കുന്നത് എന്നാണ്. അവിടെ അഗസ്ത്യമല എന്നേ പറയുന്നുള്ളൂ, അഗസ്ത്യകൂടമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായി അഗസ്ത്യർ പ്രത്യക്ഷപ്പെടുന്നത് അവിടെയാണ്. ഈ അഗസ്ത്യരെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഇന്നും എല്ലാത്തിൻ്റെയും എല്ലാ വിദ്യയുടെയും എല്ലാ അറിവിൻ്റെയും കുലഗുരുവായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. വൈദ്യത്തിൻ്റെ കുലഗുരു അദ്ദേഹമാണ്. തമിഴ് വ്യാകരണത്തിൻ്റെ കുലഗുരു, അഗസ്ത്യം എന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ കുലഗുരു അദ്ദേഹമാണ് എന്ന് വിശ്വസിക്കുന്നു. സർവ്വ ആചാരങ്ങളുടെയും കുലഗുരു, തമിഴ് ലിപിമാലയുടെ കുലഗുരു, തമിഴ് സാഹിത്യത്തിൻ്റെ കുലഗുരു, പിന്നെ സിദ്ധവൈദ്യത്തിൻ്റെ കുലഗുരു, അങ്ങനെ എല്ലാത്തിൻ്റെയും കുലഗുരുവായി അഗസ്ത്യരെ സങ്കല്പിക്കുന്നു. അഗസ്ത്യർക്ക് 18 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് ആ 18 ശിഷ്യന്മാർ അറിവിൻ്റെ 18 ശാഖകൾ കൈകാര്യം ചെയ്തവരാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ അഗസ്ത്യരെ വരവിനെക്കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. അഗസ്ത്യർ വടക്കേ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 18 രാജാക്കന്മാർ, 18 പണ്ഡിതന്മാർ, 18 കൃഷിക്കാർ, ഇത്രയും പേർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് തമിഴ് പുരാണങ്ങൾ പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം വന്ന് വെള്ളം കയറിക്കിടന്ന തമിഴ്നാട്ടിലെ വെള്ളം കുടിച്ച് വറ്റിച്ച് തമിഴ്നാട്ടിനെ കരയാക്കി തമിഴ്നാട് സൃഷ്ടിച്ചു എന്നാണ്. ഇതാണ് തമിഴ് സങ്കല്പം. ഇത് നമ്മുടെ കേരളത്തിലെ പരശുരാമ സങ്കല്പത്തിന് സമാനമാണ്. പരശുരാമൻ വെള്ളം കുടിച്ച് വറ്റിക്കുകയല്ല ചെയ്തത്, മഴുവെറിഞ്ഞ് കടലിനെ മാറ്റി കരയാക്കി മാറ്റി. ഒന്ന്, പരശുരാമൻ 64 ഇല്ലങ്ങളെ കൊണ്ടുവന്ന് 32 കേരളത്തിലും 32 തുളുനാട്ടിലും സ്ഥാപിച്ചു എന്നാണ്. അതിന് പകരം അഗസ്ത്യർ എന്താ ചെയ്തത്? അഗസ്ത്യർ 18 അങ്ങനെ 18 എന്ന് പറയുന്ന പുണ്യാക്കത്തിൽപ്പെടുന്ന 18 ബുദ്ധിമാന്മാർ, 18 രാജാക്കന്മാർ, 18 കൃഷിക്കാർ, അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് തമിഴ്നാട് വെള്ളം കുടിച്ച് വെറ്റിച്ച് കരയാക്കി അവിടെ താമസമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മലയ്ക്കൊരു ഒരു ഒരു പിന്നെ സന്യാസി എന്നുള്ള നിലയ്ക്കുള്ള ഒരു സങ്കല്പത്തിനെ, കേരളത്തിൽ നിലവിലിരിക്കുന്ന സങ്കല്പത്തിനെ, പരശുരാമ സങ്കല്പത്തിനെ അഗസ്ത്യ സങ്കല്പവുമായി ബന്ധപ്പെടുത്തി തമിഴർ ദത്തെടുക്കുകയോ അതല്ലെങ്കിൽ തമിഴരുടെ അഗസ്ത്യ സങ്കല്പത്തിനെ നമ്മൾ പരശുരാമനിലേക്ക് ആവാഹിച്ച് നമ്മൾ ദത്തെടുക്കുകയോ ചെയ്തു. മുനികന്യകയോട് മാൻപേടയെ അഭ്യസിച്ചോ അതോ മാൻപേടയോട് മുനികന്യതയെ അഭ്യസിച്ചോ എന്ന കവിവാക്യം ഇവിടെ പ്രസക്തമാണ്. ഇവിടെ ഈ അടുത്ത കാലത്ത് ഈ അഗസ്ത്യകൂടവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു വന്നു. ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ സ്ത്രീ പ്രവേശനം നിരോധിച്ചു എന്നാണ്. അതായത് പണ്ട് അഗസ്ത്യകൂടത്തിൽ എല്ലാ മകരമാസത്തിലെയും വെളുത്ത വാവ് ദിവസം ആളുകൾ സന്ദർശിക്കുമായിരുന്നു, സന്യാസിമാർ പോകുമായിരുന്നു, വൈദ്യന്മാർ പോകുമായിരുന്നു. കാരണം അപൂർവമായ ചില ഔഷധച്ചെടികൾ അവിടെ ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപൂർവമായി മാത്രം ലഭിക്കുന്ന ശിലാജിത്ത് എന്ന് പറയുന്നത് പാറയിൽ നിന്നും പൊട്ടി ഒഴുകുന്ന ഒരു ദ്രാവകമാണ്. ഇത് അപൂർവമായ ഔഷധമാണെന്ന് കരുതുന്നു. ഈ ശിലാജിത്തിന് വേണ്ടി വൈദ്യന്മാരും സന്യാസിമാരും ഒക്കെ അവിടെ പോകുമായിരുന്നു. അത് പിന്നെ ഒരു തീർത്ഥാടനം പോലെയായി. അതുകൂടാതെ ഈ ബോട്ടണിയിൽ റിസർച്ച് ചെയ്യുന്ന അധ്യാപകരും വിദ്യാർത്ഥികളോടെ പോയിരുന്നു, ആണും പെണ്ണും പോയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉയർന്നു വരികയും അത് അഗസ്ത്യകൂടത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഗസ്ത്യകൂട സംരക്ഷണ സമിതി അങ്ങനെ ഏതോ ഒരു സംഘടന അവിടെ സമരം ചെയ്യുകയും ചെയ്തു. സ്ത്രീ പ്രവേശനം നിരോധിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. സ്ത്രീകൾ എത്രയോ തവണ അവിടെ പോയതായി തെളിവുകളും ഫോട്ടോകളും അടക്കം കോളേജ് വിദ്യാർത്ഥികൾ പോയതായി നിരവധി തെളിവുകളും ഫോട്ടോകളും ഒക്കെ ആ കാലത്ത് പുറത്തു വന്നു. അപ്പോൾ ഇതാണെന്നല്ല ഒരു തീർത്ഥാടന കേന്ദ്രമോ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളോ ഒന്നും ആയിരുന്നില്ല.
എന്നാൽ ഇവിടെ നിരന്തരമായി പൊയ്ക്കൊണ്ടിരുന്ന ആളുകൾ ആദ്യം അവിടെ ആരോ ഒരു കുരിശ് കൊണ്ടുവച്ചു. ഈ കുരിശ് കൊണ്ടുവച്ചത് പിന്നീട് ചെന്ന ഹിന്ദുക്കൾക്ക് അത് പിടിച്ചില്ല. അവരെന്ത് ചെയ്തു? ആ കുരിശിനെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഒരു അഗസ്ത്യരുടെ പ്രതിമ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രതിമ അവിടെ കൊണ്ടുവച്ചു. പിന്നീട് വന്നവരാരും ഈ പ്രതിമയുടെ ദൂരെ കളഞ്ഞു. അതിനുശേഷം 1980 പറക്കം സ്വാമി എന്നറിയപ്പെടുന്ന വിഷ്ണു ദേവാനന്ദ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുട്ടൻ നായർ എന്നാണ്. അദ്ദേഹം പിന്നെ അമേരിക്കയിലും കാനഡയിലും ബഹാമസിലുമൊക്കെ അദ്ദേഹത്തിൻ്റേതായ ആശ്രമങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു ആശ്രമമാണ് നെയ്യാർ ഡാമിനടുത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽ അഗസ്ത്യ സാനുവിലുള്ള നെയ്യാറിൻ്റെ തീരത്ത്, നെയ്യാർ ഡാമിനടുത്ത് അതിൻ്റെ കരയിൽ അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചു. ശിവാനന്ദാശ്രമം എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് ശിവാനന്ദൻ. അങ്ങനെ ശിവാനന്ദാശ്രമം സ്ഥാപിച്ചു. ആ ശിവാനന്ദാശ്രമത്തിലെ വിഷ്ണുദേവാനന്ദ 1980 കൊണ്ടുവച്ച പ്രതിമയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അദ്ദേഹവും കൂട്ടുകാരുമായിട്ട് ഈ വനത്തിലൂടെ നടന്ന് അവിടെ ചെന്ന് അദ്ദേഹം സ്ഥാപിച്ചൊരു പ്രതിമ അവിടെ ആണിപ്പോൾ അവിടെ നിലവിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ അടുത്ത കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷേ പിന്നീടാണ് അവിടെ സ്ത്രീ പ്രവേശനത്തിൻ്റെ പ്രശ്നം വരുന്നു. പക്ഷേ അത് പിന്നെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ജാതി സംഘടനകളോ മതസംഘടനകളോ ഒന്നും ഏറ്റെടുക്കാത്തതുകൊണ്ട് മാത്രം ആ സമരം പൊളിഞ്ഞു പോയതാണ്. അതല്ലെങ്കിൽ ശബരിമല വിഷയം പോലെ കത്തിക്കാളേണ്ടുന്ന ഒരു വിഷയം. ഇതൊക്കെ വളരെ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അഗസ്ത്യ മിത്ത് കേരളത്തിലെ പരശുരാമ മിത്ത് പോലെ ഒരു അഗസ്ത്യ മിത്ത് രൂപപ്പെടുകയും ഈ അഗസ്ത്യർക്ക് പിന്നീട് 3 ക്ഷേത്രങ്ങൾ, എൻ്റെ അറിവിൽ 3 ക്ഷേത്രങ്ങൾ രൂപപ്പെട്ട് വരികയും ചെയ്തു. ഒന്ന് അഗസ്ത്യക്കോട് എന്ന് പറയുന്ന അഗസ്ത്യക്കോട് ക്ഷേത്രം, അത് നമ്മുടെ അഞ്ചലിനടുത്താണ്. പിന്നെ ഒന്ന് അഗസ്തീശ്വരം ക്ഷേത്രം, അത് കന്യാകുമാരി ജില്ലയിലാണ്. പിന്നെ ഒരു അഗസ്ത്യ ക്ഷേത്രമുള്ളത് തഞ്ചാവൂരാണ്. ഈ 3 ക്ഷേത്രങ്ങൾ പിൽക്കാലം അതൊക്കെ വളരെ പിന്നീടുണ്ടായ ക്ഷേത്രങ്ങളാണ്. അതിൻ്റെ പിന്നെ അതിൻ്റെ ശില്പഭംഗിയും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ അടുത്ത് 100, 150, 200 കൊല്ലത്തിനകത്ത് മാത്രം പഴക്കമുള്ള 3 ക്ഷേത്രങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ 8, 9, 10 നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ട 2 മിത്തുകളാണ്. അത് പരശുരാമ മിത്തും, നമ്മുടെ കേരളത്തിലെ പരശുരാമ മിത്തും തമിഴ്നാട്ടിലെ അഗസ്ത്യമിത്തും. കാരണം അഗസ്ത്യർക്ക് എന്തുകൊണ്ടോ കേരളത്തിൽ വലിയ പ്രാധാന്യമില്ലാതെ പോയതിന് പകരം പരശുരാമൻ അത് കൈയടക്കുകയും മറിച്ച് നമ്മുടെ അഗസ്ത്യരെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ്നാട്ടിൽ അഗസ്ത്യമിത്ത് ഇന്നും സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ആധുനിക ചരിത്രകാരന്മാർ ഇത് 2 മിത്തുകളാണ്, അതായത് കെട്ടുകഥകളാണ് എന്നുള്ള സങ്കല്പത്തിനാണുള്ളത്. പക്ഷേ ഒരുപക്ഷെ ആദ്യം പറഞ്ഞ അഗസ്ത്യർ, അതായത് ഋഗ്വേദത്തിൽ കാണുന്ന അഗസ്ത്യർ സത്യമായിരിക്കാം. ബാക്കിയുള്ള അഗസ്ത്യരൊക്കെ പിന്നീട് കെട്ടുകഥകളായി ഒരു മലയ്ക്കൊരു സന്യാസി എന്നുള്ള നിലയ്ക്ക് വിന്ധ്യന് ഉള്ള അഗസ്ത്യനും നമ്മുടെ പൊതിയിൽ മല എന്ന് പറയുന്ന അതിന് ഒരു അഗസ്ത്യനും പിന്നീട് നമ്മുടെ മലയപർവ്വതം, അതായത് ആന്ധ്രയിൽ മറ്റൊരു അഗസ്ത്യനും, കംബോഡിയയിൽ മറ്റൊരു അഗസ്ത്യനും ഒക്കെ, സയാമിൽ മറ്റൊരു അഗസ്ത്യനും. അപ്പോൾ ഇങ്ങനെ ഓരോ മലയ്ക്കും ഓരോ അഗസ്ത്യൻ അല്ലെങ്കിൽ ഓരോ സന്യാസി എന്നുള്ള നിലയ്ക്കുള്ള സങ്കല്പത്തിൻ്റെ ഫലമായിട്ടാണ് അഗസ്ത്യമിത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതും അങ്ങനെ തമിഴ്നാടിൻ്റെ ഉൽപ്പത്തിക്ക് കാരണക്കാരനായി ഈ കുംഭസംഭവനായ അഗസ്ത്യരെ സങ്കല്പിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ പിന്നെ ഇതിത്രയും പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, വളരെ പെട്ടെന്ന് ശബരിമലയുടെ രീതിയിലേക്ക് ആളിപ്പടരാവുന്ന ഒരു സംഭവം പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം എരിഞ്ഞടങ്ങിയതാണ്. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കത്തിക്കാളുമായിരുന്നു, മറ്റൊരു ശബരിമലയായി അത് മാറുമായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ മുതലെടുക്കുന്ന ഒരു സമൂഹം എപ്പോഴും പുറത്തുണ്ട് എന്നും അവരുടെ ഇടപെടലില്ലെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്നും ഈ പ്രശ്നങ്ങളായി തന്നെ പിന്നെ കെട്ടടങ്ങി തീരുകയും ചെയ്യുന്നൊരവസ്ഥയ്ക്ക് ഒരു ഉദാഹരണമാണ് അഗസ്ത്യർ കൂടത്തിലെ ഈ സമരം. ആ സമരത്തിനെക്കുറിച്ച് ആണ് ഇതുവരെ സംസാരിച്ചത്. നന്ദി, നമസ്കാരം.